ഹായ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചെയിൻ റൂൾ ആണ്. അതും 3 വേരിയബിൾ വരുന്ന കേസ്. സോ നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. സോ നമുക്ക് കാണേണ്ടത് dw/dt ആണ്. അതിൽ w ഈക്വൽ ടു എക്സ് വൈ സെഡ് ആണ്. വേർ എക്സ് ഈക്വൽ ടു കോസ് ടി, വൈ ഈക്വൽ ടു സൈൻ ടി ആൻഡ് സെഡ് ഈക്വൽ ടു ടി. അറ്റ് ടി ഈക്വൽ ടു π/4ലുള്ള dw/dt വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്. സോ ചെയിൻ റൂളിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു ചെയിൻ നമ്മൾ ആദ്യം വരയ്ക്കണം. അവിടെ ഡബ്ല്യു എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് എക്സ് വൈ സെഡ് എന്ന് പറയുന്ന 3 വേരിയബിൾ. അതിൽ ഈച്ച് എക്സും വൈയും സെഡും ടി എന്ന് പറയുന്ന വേരിയബിളിലാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സോ വി നീഡ് ടു കാൽക്കുലേറ്റ് ഡി ഡബ്ല്യു ബൈ ഡി ടി അല്ലെ. അപ്പോൾ ആ ഡബ്ല്യു എന്ന് പറയുന്നതിന് എത്ര ബ്രാഞ്ചസ് ഉണ്ട്? 3 ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഡി ഉപയോഗിക്കാൻ പറ്റില്ല, ഡോ ഡബ്ല്യുവിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സോ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് എന്ന് പറയുന്ന ഫസ്റ്റ് എക്സ് എന്ന് പറയുന്ന ആ ബ്രാഞ്ചാണ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. അവിടെ ഡി ഉപയോഗിക്കാൻ കാരണം എന്താണ്? ആ എക്സിന്റെ താഴെ ഒറ്റ ബ്രാഞ്ചേ ഉള്ളൂ. ഒറ്റ ബ്രാഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് ഡി ഉപയോഗിക്കാം. ഒന്നിൽ കൂടുതൽ ബ്രാഞ്ച് ഉണ്ടെങ്കിൽ ഡോ ഉപയോഗിക്കാം. സോ ഫസ്റ്റ് ബ്രാഞ്ച് ആണ് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുന്നത്. പ്ലസ് ഇനി ടി വരുന്ന അടുത്ത ബ്രാഞ്ച് ഏതാ? ഡബ്ല്യു വൈ ടി എന്ന് പറയുന്ന ബ്രാഞ്ച് അല്ലേ. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി. അവിടെ ഡി വൈ വരാൻ കാരണം എന്താ? വൈന്റെ താഴെ നമുക്ക് എന്തുള്ളൂ? ഒരൊറ്റ വേരിയബിൾ ആയിട്ടുള്ള ടി മാത്രമേ ഉള്ളൂ. ഓക്കെ. സോ ദെൻ നെക്സ്റ്റ് ബ്രാഞ്ച് ഏതാണ്? ഡബ്ല്യു സെഡ് ടി എന്ന് പറയുന്നതാണ് നമ്മുടെ നെക്സ്റ്റ് ബ്രാഞ്ച്. അപ്പൊ അതിനെ നമുക്ക് ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് ഇൻറ്റു ഡോ ഡി സെഡ് ബൈ ഡി ടി എന്ന് എഴുതാം. ഓക്കെ. സോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിലെ ഓരോ ടേമും നമ്മൾ പിന്നെ എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ്. ഓക്കെ. അപ്പോൾ ഡബ്ല്യു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് വൈ സെഡിനെ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വൈ സെഡ് എന്ന് നമുക്ക് കിട്ടും. ഇനി നെക്സ്റ്റ് ടേം ഏതാണ്? ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ വൈ വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എക്സ് സെഡ് എന്ന് കിട്ടും. നെക്സ്റ്റ് ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് വൈ എന്ന് കിട്ടും. ഓക്കെ. ദെൻ നെക്സ്റ്റ് ടേംസ് ഏതാണ്? ഡി എക്സ് ബൈ ഡി ടി. അവിടെ എക്സ് എന്ന് പറയുന്നത് എന്താണ്? കോസ് ടി ആണ്. സോ അതിന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് സൈൻ. ദെൻ ഡി വൈ ബൈ ഡി ടി ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക്? സൈൻ ടീന്റെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോസ് ടി. ദെൻ ലാസ്റ്റ് ടേം ഏതാണ്? ഡി ഇസഡ് ബൈ ഡി ടി. അപ്പോൾ അത് ടി ആണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടും. ഓക്കെ. സോ ഈ വാല്യൂസ് എല്ലാം നമ്മൾ എന്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ഫൈനൽ ആൻസർ കിട്ടും. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ടേം റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വൈ സെഡ് ഇൻറ്റു മൈനസ് സൈൻ ടി. ദെൻ സെക്കൻഡ് ടേം എന്തായി മാറും? എക്സ് സെഡ് ഇൻറ്റു കോസ് ടി ആയി മാറും. തേർഡ് ടേം എന്തായിട്ട് മാറും? എക്സ് വൈ ഇൻറ്റു 1 ആയിട്ട് മാറും. ഓക്കെ. ഇനി ഇതിൽ ഓരോ വൈയും എക്സും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. സെഡും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ വാല്യൂ കിട്ടും. അതിൽ ടി ഈക്വൽ ടു π/4 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 1/2 എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇനി നമുക്ക് നെക്സ്റ്റ് വേറൊരു പ്രോബ്ലം നോക്കാം. ഇതുപോലെ 3 വേരിയബിൾസ് ഒക്കെ വരുന്ന വേറൊരു പ്രോബ്ലം. ഓക്കെ. സോ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോബ്ലം. അപ്പോൾ ഇവിടെ എന്താ ക്വസ്റ്റ്യൻ? എക്സ്പ്രസ് ഡോ ഡബ്ല്യു ബൈ ഡോ ആർ ആൻഡ് ഡോ ഡബ്ല്യു ബൈ ഡോ എസ് ഇൻ ടേംസ് ഓഫ് ആർ ആൻഡ് എസ്. ഓക്കെ. ഗിവൺ ദാറ്റ് ഡബ്ല്യു ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ where x equal to r minus s and y equal to r plus s. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് ഡബ്ല്യു ഉണ്ട്. അപ്പോൾ ഡോ ഡബ്ല്യു ബൈ ഡോ ആറും ഡോ ഡബ്ല്യു ബൈ ഡോ എസും ആണ് നമുക്ക് കാണേണ്ടത് ഇൻ ടേംസ് ഓഫ് ആർ ആൻഡ് എസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. നമുക്ക് ഗിവൺ ആയിട്ടുള്ള എന്താണ്? ഡബ്ല്യു ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പൊ ഇവിടെ എന്താണ്? ഡബ്ല്യു ഡിപ്പെൻഡ് ചെയ്യുന്നത് എക്സിനെയും വൈനെയാണ്. നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് എക്സ് ഈക്വൽ ടു ആർ മൈനസ് എസ്, വൈ ഈക്വൽ ടു ആർ പ്ലസ് എസ്. അപ്പൊ അവിടെ എക്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആർ എസ് എന്ന് പറയുന്ന 2 വേരിയബിൾസിനെ, അതുപോലെ വൈ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആർ എസ് എന്ന് പറയുന്ന 2 വേരിയബിൾസിനെ. അപ്പൊ അതിന്റെ ചെയിൻ ഡയഗ്രാം നമ്മൾ എങ്ങനെ വരയ്ക്കും? സോ ഡബ്ല്യു ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനാണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആയതുകൊണ്ട് എക്സും വൈയും. അതിലെ ഓരോ എക്സും എന്താണ്? ഒന്ന് ആർ മൈനസ് വൈ ആണെങ്കിൽ ഒന്ന് ആർ പ്ലസ്, അതായത് ആറിനെയും എസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ വൈയും ആറിനെയും എസിനെയും ഡിപ്പെൻഡ് ചെയ്യും. ഇനി ഇതിലാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഡോ ഡബ്ല്യു ബൈ ഡോ ആറും ഡോ ഡബ്ല്യു ബൈ ഡോ എസും ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. സോ നമ്മൾ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ഡോ ഡബ്ല്യു ബൈ ഡോ ആർ ആണ്. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 6 വരുന്ന ബ്രാഞ്ചസ് നോക്കുക. ഓക്കെ. ഫസ്റ്റ് ബ്രാഞ്ച് ഏതാണ്?
WXR എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് വരുന്നുണ്ട്, പിന്നെ WYR എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ രണ്ട് ബ്രാഞ്ചിന്റെയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഡോ ഡബ്ല്യു ബൈ ഡോ ആർ ഫൈനൽ ആയിട്ട് കിട്ടുക. സോ ഡോ ഡബ്ല്യു ബൈ ഡോ ആർ ഈക്വൽ ടു, ഇപ്പോൾ ഫസ്റ്റ് ബ്രാഞ്ച് ആണ് കൺസിഡർ ചെയ്യുന്നത്, WXR എന്ന് പറയുന്ന ബ്രാഞ്ച്. അപ്പോൾ അതിൽ W കൺസിഡർ ചെയ്യുമ്പോൾ Wക്ക് രണ്ട് ബ്രാഞ്ച് ഉണ്ട്, അപ്പോൾ നമുക്ക് അവിടെ ഡോ ആണ് യൂസ് ചെയ്യാൻ പറ്റുക. സോ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ്. ഇനി ഇൻറ്റു അടുത്ത ടേം എന്താണ് അതിൽ വരുന്നത്, ആ എക്സ് എന്ന് പറയുന്നതിനും രണ്ട് ബ്രാഞ്ചസ് ഉണ്ട്. സോ ഡോ എക്സ് ബൈ ഡോ ആർ എന്നാണ് നമുക്ക് അവിടെ എഴുതാൻ പറ്റുക. പ്ലസ് ഇനി നമുക്ക് അടുത്ത ബ്രാഞ്ച് ഉണ്ടല്ലോ, WYR എന്ന് പറയുന്നത്, അതായത് ആർ വരുന്ന അടുത്ത ബ്രാഞ്ചാണ്. സോ അവിടെ നമ്മൾ എങ്ങനെ എഴുതും, ഡോ ഡബ്ല്യു ബൈ ഡോ വൈ എന്ന് എഴുതും, ഇൻറ്റു പിന്നെന്താ നമ്മൾ എഴുതുക, ഡോ വൈ ബൈ ഡോ ആർ എന്ന് എഴുതണം. ഓക്കെ, സോ അവിടെ നമുക്ക് രണ്ട് ബ്രാഞ്ച് വരുന്നതുകൊണ്ടാണ് നമ്മൾ അവിടെ ഡോ എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിലെ ഓരോ ഇൻഡിവിജ്വൽ ടേംസും കാൽക്കുലേറ്റ് ചെയ്യുക. ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 2x എന്ന് കിട്ടും. ദെൻ നെക്സ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ആണ്. സോ വൈ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2y എന്ന് കിട്ടും. അതുപോലെ ഡോ എക്സ് ബൈ ഡോ ആർ ചെയ്ത് കഴിഞ്ഞാൽ എക്സിന് നമുക്ക് ആർ മൈനസ് എസ് ആണ്, അപ്പോൾ നമുക്ക് ആർ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1 എന്ന് കിട്ടും. അതുപോലെ ഡോ വൈ ബൈ ഡോ ആർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, -1 എന്ന് കിട്ടും. ഓക്കെ, സോ ഈ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനലായിട്ട് എന്ത് കിട്ടും, ഫൈനലായിട്ട് 2x ഇൻറ്റു 1 പ്ലസ് നെക്സ്റ്റ് ടേം 2y ഇൻറ്റു 1 എന്ന് കിട്ടും. സോ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ, അതെന്ന് പറയുന്നത് എന്താണ്, 4R. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ പോകുന്നത്, ഡോ ഡബ്ല്യു ബൈ ഡോ എസ് ആണ്. അപ്പോൾ നമ്മൾ അവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എസ് വരുന്ന എല്ലാ ബ്രാഞ്ചും ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ രണ്ട് ബ്രാഞ്ചസ് അല്ലേ നമുക്കുള്ളത്, ഒന്ന് WXS-ഉം WY-S-ഉം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ബ്രാഞ്ചിന്റെ ആണ് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ എസ്, പ്ലസ് രണ്ടാമത്തെ ബ്രാഞ്ച് WY-S എന്ന് പറയുന്ന അടുത്ത ബ്രാഞ്ചിന്റെ ആണ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ എസ്. ഓക്കെ, സോ ആ ഡയഗ്രം ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിന്റെ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2x ഇൻറ്റു -1 പ്ലസ് അടുത്ത ടേം 2y ഇൻറ്റു 1 എന്ന് കിട്ടും. ഓക്കെ ഓക്കെ, അപ്പൊ അത് ഡോ ഡബ്ല്യു ബൈ ഡോ എസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫൈനലി കിട്ടുന്നത് 2 ഇൻറ്റു വൈ മൈനസ് എക്സ് ആണ്. സോ ഈ വൈയിലും എക്സിലും നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ആറിന്റെയും എസിന്റെയും ടേംസിലുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4s എന്നാണ് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നത്. സോ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ഡോ ഡബ്ല്യു ബൈ ഡോ ആർ ഇൻ ടേംസ് ഓഫ് ആർ ആൻഡ് എസ് എന്നല്ല ചോദിച്ചത്, 4Rഉം ഡോ ഡബ്ല്യു ബൈ ഡോ എസ് ഈക്വൽ ടു 4s ആണ്. ഓക്കെ, സോ നമുക്ക് ഇങ്ങനത്തെ ഒരു ചെയിൻ ഡയഗ്രാം അല്ലെങ്കിൽ ചെയിൻ റൂളിന്റെ അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ, 3 വേരിയബിൾസിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ചെയിൻ ഡയഗ്രാം വരയ്ക്കണം. എന്നിട്ട് ടോട്ടൽ ആ ഡിനോമിനേറ്റർ നോക്കുക, ആ ഡിനോമിനേറ്റർ വരുന്ന എല്ലാ ബ്രാഞ്ചസിന്റെയും ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സം ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ ഡോ ആണോ യൂസ് ചെയ്യേണ്ടത് അല്ല ഡി ആണോ എന്നുള്ളതിനെ എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, നമുക്ക് ഒന്നിൽ കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ, ആ വേരിയബിളിന്റെ അണ്ടറിൽ ഒന്നിൽ കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ നമ്മൾ ഡോ ഉപയോഗിക്കണം. അതുപോലെ തന്നെ ഒരൊറ്റ ബ്രാഞ്ചേ ഉള്ളെങ്കിൽ നമുക്ക് അവിടെ ഡി എന്ന് പറയുന്ന സിമ്പിൾ യൂസ് ചെയ്യാം. ഓക്കെ, സോ ഈ ചെയിൻ റൂൾ 3 വേരിയബിൾ കൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. മോർ പ്രോബ്ലംസ് ആയിട്ട് പിന്നെ കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.